വേണ്ടേ ചരുവത്തിന്ന് കുത്തിക്കോരുന്ന ബിരിയാണി നോക്ക്. 100 രൂപയുള്ളൂ ഒറ്റപ്പൊതിക്ക്. അതും വയറ് നിറച്ച് കഴിക്കാൻ ഈ പാവം മനുഷ്യൻ ഒറ്റപ്പൊതിയിൽ 100 രൂപയ്ക്ക് വിളമ്പിക്കൊടുക്കുന്ന കിടിലം ബിരിയാണി. അപ്പോൾ വീണ്ടും ബിരിയാണി. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ചാരുമൂട് എന്ന് പറഞ്ഞ സ്ഥലമില്ല, അതിൻ്റെ പടിഞ്ഞാറ് വശമാണ്. ഇങ്ങനെ റോഡിലൂടെ വരുമ്പം ഇവിടെ ഒരു മനുഷ്യനെ കാണാം. ഒരു ചെറിയ കൊടയുടെ താഴെ ബിരിയാണി ആയിട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ ഇക്കാടയിൽ എന്ന് പറഞ്ഞാൽ ഒരു ചരുവം ബിരിയാണി ഉണ്ട്. അപ്പോൾ ഒരു ചരുവം ബിരിയാണി നിങ്ങൾക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇക്ക നമുക്ക് പരിചയപ്പെടാം. ഇക്ക എനിക്ക് നേരത്തെ ഒരു പരിചയമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് പേർക്കൊക്കെ പരിചയം ഉണ്ടാവും. കാരണം ഇക്ക കായംകുളത്തൊരു കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കടയൊക്കെ വിട്ടോ ഇക്ക? കടയൊക്കെ വിട്ടു. അപ്പോൾ ഇക്കക്ക് മൈക്കൊന്ന് കണക്ട് ചെയ്യട്ടെ. ഒരു ചരുവം ബിരിയാണി നമ്മുടെ ഇവിടുത്തുകാർക്ക് കൊടുക്കുവാണ്. ആ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? നന്നായിട്ട് പോകുന്നു. എന്ത് പറ്റി? കട എന്താ വിട്ടത്? കട അത് സാമ്പത്തിക ഇവിടെ തന്നെയാണോ ഇക്കട? വീട് ഇവിടെ തന്നെ? ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇത്താത്ത അപ്പുറത്ത് ഇരിപ്പുണ്ടോ? ഉണ്ട്. അതെവിടാ ഇരിക്കുന്നത്? ITBPയുടെ ഫ്രണ്ട്. ITBP ക്യാമ്പിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഉണ്ട്. അതും ബിരിയാണി? ഈ ബിരിയാണി തന്നെ? സെയിം ബിരിയാണി ഇത് തന്നെ. അപ്പൊ എത്ര മണിയാകുമ്പോ എഴുന്നേറ്റ് ഇത് തയ്യാറാക്കും? രാവിലെ 5 മണിക്ക്. 5 മണിക്ക് എഴുന്നേറ്റ് തയ്യാറാക്കി ഇവിടെ വരുമ്പോ എത്ര മണിയാവും? 11 മണിയാകുമ്പോ ഇവിടെ എത്തും. ഒരു കുത്തു ബിരിയാണി അല്ലേ? കുത്തിക്ക് എത്ര രൂപ? 100 രൂപ. ഇതിനകത്ത് എത്ര പീസ് ഉണ്ടാവും? 2 പീസ്. ഓ, ഗ്രേവിയും കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വയ്യ. അപ്പൊ ഇക്ക ഒരു ചരുവം ബിരിയാണി ആയിട്ട് എല്ലാ ദിവസവും ഈ ഒരു ഭാഗത്തുണ്ടാവും. ഇവിടെ തന്നെ എല്ലാ ദിവസവും നിൽക്കുന്നത്? എല്ലാ ദിവസവും ഇവിടെ തന്നെ. അപ്പം എനിക്ക് തോന്നുന്നത് കടയെക്കാട്ടിൽ എനിക്ക് ആൾക്കാർ കൂടുതലായിട്ട് അറിയുന്നതെന്ന് തോന്നുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് തോന്നുന്നു ബിരിയാണിക്ക് ആവശ്യക്കാർ കൂടുതലല്ലേ? അതെ, എന്നെ അറിയുന്നുണ്ട്, കുറെ ആൾക്കാർ അറിയുന്നുണ്ട്. സന്തോഷം. ഇക്കായുടെ ആ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇവരുടെ ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. പക്ഷെ ഭാഗ്യം ഇല്ലാതായിപ്പോ നമുക്ക് കട അങ്ങ് ഒഴിയേണ്ടി വന്നു അല്ലേ? അതെ. അങ്ങനെ ഇപ്പം മുന്നോട്ട് പോകണമല്ലോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ് അല്ലേ? അതെ. ഓക്കെ. എങ്ങനെയുണ്ട് കച്ചവടം? അൽഹംദുലില്ലാ, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഇവിടുത്തുകാരാണ് സഹായം. ഇവിടുത്തുകാരാണ് നമ്മള്. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അല്ലേ? ഇത്രയും 100 രൂപയ്ക്ക് കൊടുക്കുന്നത്? അതെ. അത്ര 100 രൂപയുടെ ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ ഇക്കയുടെ കച്ചവടം എല്ലാവരും ഉഷാറായി കൊടുക്ക്. മിക്കവാറും ഇങ്ങനെ കറങ്ങി ഇറങ്ങാറുണ്ട്. ഇപ്പൊ കുറെ നാളായി ഈ ഭാഗത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ ഇന്നിവിടെ വഴിയിൽ എന്നെ കാത്ത ആരെങ്കിലും നിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇക്കായെ കണ്ടത്. അപ്പൊ എന്താണെങ്കിലും സന്തോഷം. ഇക്കയുടെ കച്ചവടത്തെ എല്ലാവരും ഉഷാറായി കൊടുക്ക്. ഇവിടെ അടൂർ റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരുമൂടിന്റെ ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവിടെ തമ്പി അണ്ണന്റെ മീൻകടയുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഇക്കാടെ ഈ ഒരു സംരംഭം ഉള്ളത്. അപ്പോൾ ഒരു ബിരിയാണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബിരിയാണി കേട്ടോ, വലിയ പൊതിയാണ്. 100 രൂപ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം ഒന്ന് പാക്ക് ചെയ്യാം. പിന്നെ അത് ഗ്രേവിയൊക്കെ വെച്ച് നല്ല സെറ്റാക്കി കൊടുക്കുന്ന കേട്ടോ. എന്തുണ്ട്? എന്താ കയ്യിൽ ഗ്ലൗസ് ഒക്കെ? എന്റെ ഡെയിലിയുള്ള കസ്റ്റമർ ആണോ? അപ്പൊ ഇവരൊക്കെ സ്ഥിരം വാങ്ങിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ബിരിയാണി നല്ലതല്ലേ? ബിരിയാണിയൊക്കെ നല്ല. ഇവിടെ എല്ലാവരും പരിചയക്കാരാണ് കേട്ടോ. എൻ്റെ കൊള്ളാം. ഇതിനൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു കേട്ടോ. ഇന്ന് വർക്ക്ഷോപ്പ് ഉണ്ട്. ഏതാ വർക്ക്ഷോപ്പ്? അയൺ. അപ്പൊ അവിടെ പോയി വർക്ക്ഷോപ്പിൽ പോയി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കാം കേട്ടോ. ആൾ മിടുക്കനാണേ. അപ്പം ഇതിനെത്ര രൂപയോ? 200 രൂപയോ? അപ്പൊ ഇക്കടെ കച്ചവടം ഒന്ന് ഉഷാറായി കൊടുക്കേ. അപ്പൊ അടിപൊളി ആയിക്കോളൂ. പോട്ടെ.